വർക്ക് പ്രഷറും ഫാമിലി ലൈഫും ഒക്കെ കൊണ്ട് സ്ട്രെസ്ഫുള്ളും എക്സോസ്റ്റഡും ആയിട്ടുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അപ്പം എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഈ വീഡിയോ കാണുന്ന 90% ആൾക്കാരും വർക്ക് ലൈഫും നമ്മുടെ പേഴ്സണൽ ലൈഫും ഒക്കെ കൊണ്ട് എക്സോസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിപ്പം നിങ്ങളൊന്നും തുറന്ന് സമ്മതിച്ചില്ലേലും അത് ഉറപ്പായിട്ടുള്ള കാര്യം. പക്ഷെ നമ്മളെപ്പോഴും ഈ ബിസിനസ്സുകാരെയും സെലിബ്രിറ്റീസിനെയും ഒക്കെ കണ്ടിട്ട് നമ്മൾ ചിന്തിക്കാറില്ലേ? ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇതൊക്കെ ഇവരെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നു? ഇവർക്ക് ഡാൻസിന് പോകാൻ പറ്റുന്നുണ്ട്, ജിമ്മിൽ പോകാൻ പറ്റുന്നുണ്ട്, ഇവർക്കൊക്കെ ഇതിനൊക്കെ എവിടെയാണ് സമയം? നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? നമ്മളൊരു ദിവസം ജിമ്മിൽ പോകാമെന്ന് വിചാരിക്കുമോ, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് ഇതൊന്നും സാധിക്കുന്നില്ലല്ലോ. ഈ വീട്ടിലെ പണി കഴിഞ്ഞിട്ട് സമയമില്ല, ഈ ജോലിക്ക് പോയിട്ട് വന്നിട്ട് പിന്നെ നമുക്ക് ഉറങ്ങാൻ സമയമില്ല, അയ്യോ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോകുന്നതാണ്. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇവരെ കൊണ്ടൊക്കെ ഇത് എങ്ങനെ സാധിക്കുന്നു? ഒരിക്കലും നിങ്ങൾ ചിന്തിച്ച് കാണില്ലേ ഇവരെ കൊണ്ട് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന്? ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ, ഇവരുടെ വീട്ടിലൊക്കെ ജോലി ചെയ്യാനൊക്കെ ആൾക്കാർ കാണും, ഇവരുടെ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ആൾക്കാർ കാണും, അതുകൊണ്ടായിരിക്കും. പക്ഷേ അതല്ല സത്യം. അവർക്ക് വേണ്ടി ടൈം കണ്ടെത്തുന്നു എന്നുള്ളതാണ് സത്യം. അവരതിനെ പ്രോപ്പർലി ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പം വീട്ടിൽ 100 വേലക്കാരുണ്ടെങ്കിലോ അല്ലെങ്കിൽ 100 ജോലിക്കാരുണ്ടെങ്കിലോ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിലും മടി പിടിച്ച് ഒരിടത്ത് കിടന്നു കഴിഞ്ഞാൽ അവിടെ കിടക്കാനല്ലേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഡാൻസ് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ഞാൻ തന്നെ ഡാൻസ് ചെയ്യണ്ടേ? വേറെ ആൾക്കാരൊന്ന് ഡാൻസ് ചെയ്താൽ മതിയോ? അല്ലെങ്കിൽ ഞാൻ ജിമ്മിൽ പോകണമെന്ന് വിചാരിച്ചാൽ ഞാൻ തന്നെ ജിമ്മിൽ പോകണ്ടേ? അപ്പം ജോലിക്കാരുള്ളതോ ഈ സെലിബ്രിറ്റീസ് ആകുന്നതോ ഒന്നും അല്ല കാര്യം. ശരിക്കും കാര്യം എന്താ പറഞ്ഞാൽ നമ്മളുടെ മൈൻഡ് സെറ്റാണ്. അപ്പം ഞാനിപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കുറേ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് കിട്ടിയ ആൻസർ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ നിങ്ങളുടെ ഇഷ്ടമുള്ള കമൻറ്റ് ഇട്ടോ. അതല്ല, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ എന്താണ് ഞാൻ കണ്ടുപിടിച്ച ടെക്നിക്ക് എന്ന് നമുക്ക് നോക്കണ്ടേ? അപ്പം ഞാൻ കണ്ടുപിടിച്ച ടെക്നിക്ക് എന്താണെന്ന് പറഞ്ഞാൽ 8-8-8 8-8-8 റൂൾസ്. അതാണ് ഞാൻ കണ്ടുപിടിച്ച ടെക്നിക്ക്. അപ്പം എന്താണ് ഈ 8-8-8 ടെക്നിക്ക്? വേറൊന്നുമല്ല, ഇത് നമ്മുടെ 24 മണിക്കൂറിനെ, നമ്മുടെ ലൈഫിലുള്ള 24 hours നമ്മൾ ഈക്വലായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. 1-8-1-8 എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ 1-8 എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, നമ്മൾ കുറച്ച് ജോലികളോ അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ 8 മണിക്കൂറത്തേക്ക് അസൈൻ ചെയ്യുക. പിന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഈ 8 മണിക്കൂറത്തേക്ക് അസൈൻ ചെയ്യുക. പിന്നുള്ള കുറച്ച് കാര്യങ്ങൾ 8 മണിക്കൂറത്തേക്ക് അസൈൻ ചെയ്യുക. അപ്പം നമുക്കതിനെ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അപ്പം ഫസ്റ്റ് 8 മണിക്കൂറിൽ നമ്മൾ അസൈൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഹോണസ്റ്റ് ഹാർഡ് വർക്ക്. നമ്മളുടെ ജോലി, നമ്മളുടെ പ്രൊഫഷൻ, അതാണ് ഫസ്റ്റ് 8 മണിക്കൂറിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം. പിന്നെ രണ്ടാമത്തെ 8 മണിക്കൂർ എന്ന് പറഞ്ഞാൽ റീചാർജിങ് അവർ സെൽസ്. നമ്മളെ തന്നെ റീചാർജ് ചെയ്യുക. അതായത് നമുക്ക് വേണ്ടി കുറച്ച് സമയം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി കുറച്ച് സമയം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തിനാണോ നമുക്ക് ഇഷ്ടം തോന്നുന്നത് നമ്മളെ റീചാർജ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള 8 മണിക്കൂർ. പിന്നെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്നാമത്തെ 8 മണിക്കൂർ ഉറക്കം. ആ 8 മണിക്കൂർ എന്തൊക്കെ പറഞ്ഞാലും കമ്പൽസറി ആയിരിക്കണം. അത് കമ്പൽസറി ആയാൽ നമ്മളുടെ എല്ലാവരെയും ഒട്ടുമിക്ക 99% ആൾക്കാരെയും പകുതി പ്രശ്നങ്ങൾ സോൾവ് ആകും ഈ ഉറക്കം കൊണ്ട്. അപ്പം അതെങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് കാര്യം നമ്മളുടെ പ്രൊഫഷൻ, ഹോണസ്റ്റ് ഹാർഡ് വർക്ക് ഫോർ 8 hours. ഈ 8 മണിക്കൂറിൽ നമ്മളുടെ ജോലിയിൽ കംപ്ലീറ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് കൊടുത്തേ. അപ്പം നമ്മൾ പലരും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും അത് നമ്മൾ ഫോൺ എടുത്തിട്ടുണ്ടാവും, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാവും, നമ്മൾ കൊളീഗ്സിനോട് വേറെ കാര്യങ്ങൾ സംസാരിക്കാൻ പോകും. അതുകൊണ്ടാണ് മെയിൻലി കുറേ ആൾക്കാർക്ക്, ഞാൻ എല്ലാവരെയും പറയുന്നില്ല, കുറേ ആൾക്കാർക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റാതെ വരുന്നത്. അവരതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളോട് ഇൻട്രപ്റ്റ് ചെയ്യാൻ പോകുന്നതുകൊണ്ടാണ് നമ്മുടെ ഈ 8 മണിക്കൂർ നമുക്ക് തികയാതെ വരുന്നത്. അപ്പോൾ ഈ 8 മണിക്കൂർ കംപ്ലീറ്റ്ലി നമ്മുടെ ഹാർഡ് വർക്ക് ഹോണസ്റ്റായിട്ടൊന്ന് കൊടുത്തു നോക്കിക്കേ, നമ്മുടെ വർക്കിൻ്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവുന്നതാണ്.
അതുമാത്രമല്ല, നമ്മളുടെ പകുതി സ്ട്രെസ്സ് കുറഞ്ഞിട്ട് നമ്മൾ എന്താ പറയണ്ടേ, ഭയങ്കര റിലാക്സ്ഡ് ആവും. ആ വർക്ക് സിറ്റുവേഷനിലും വർക്ക് എൻവിറോൺമെൻറ്റിൽ നമ്മൾ ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവും. എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്കിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതോറും നമ്മൾക്ക് ഉള്ളിൽ നിന്നൊരു സാറ്റിസ്ഫാക്ഷനാണ് വരുന്നത്. ആ സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ നിറയെ ഇൻട്രപ്ഷൻസും ഡിസ്ട്രാക്ഷൻസും വരുമ്പോഴത്തേക്ക് അത് കിട്ടില്ല. ഫുള്ളി ഫോക്കസ്ഡ് ആ 8 മണിക്കൂർ നമ്മൾ ജോലി ചെയ്യാൻ പോകുന്നുണ്ടോ, മിനിമം ആ 7 മണിക്കൂറെങ്കിലും നമ്മൾ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിട്ടൊന്ന് ജോലി ചെയ്ത് നോക്ക്. അതിന് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലി പ്രയോറിറ്റൈസ് ചെയ്യുക. പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ വേറെ ഇൻട്രപ്ഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്ത് നമ്മൾ ഒരു ഓർഗനൈസ്ഡ് വേയിൽ ജോലി ചെയ്താൽ നമുക്ക് ആ 8 മണിക്കൂർ ഫ്രൂട്ട്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നത്തെ 8 മണിക്കൂർ ആ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ കാര്യങ്ങൾ അവിടെ വിട്ടിട്ട് വേണം വീട്ടിലോട്ട് വരാൻ. അവിടെ വിട്ടിട്ട് വീട്ടിലോട്ട് വരുമ്പം എന്താണ് 8 മണിക്കൂറിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മളാണ് പ്ലാൻ ചെയ്യേണ്ടത്. അതായത് നമുക്ക് എന്താണ് നമ്മളെ റീചാർജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതിനകത്തുള്ള ആക്ടിവിറ്റീസ്. ചിലർക്ക് ഹോബീസ് ആവും, ചിലർക്ക് കളിക്കാൻ പോകണം, ചിലർക്ക് കുക്കിംഗ് ആയിരിക്കും. ഇപ്പം നമ്മൾ ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി കൊടുത്തു നോക്ക്. അവർക്ക് സന്തോഷമാവും. പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക. പിന്നെ അനാവശ്യമായിട്ടുള്ള വർക്കിൻ്റെ ഫോൺ കോൾസൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. പിന്നെ എന്താണ്, നമുക്ക് ഡാൻസ് കളിക്കണോ ഡാൻസ് കളിക്കുക, പാട്ട് പാടണോ പാട്ട് പാട്, ജിമ്മിൽ പോകണോ ജിമ്മിൽ പോയിക്കോ, അല്ല കളിക്കാൻ പോകണോ കളിക്കാൻ പോയിക്കോ. അപ്പം നമ്മൾ ഫുള്ളി റിഫ്രഷ്ഡ് ആവും. പിന്നത്തത് 3-മത്തെ കാര്യം ഉറക്കം. അത് കമ്പൽസറി ഒരു ടൈം ടേബിൾ ഉറക്കത്തിന് വേണ്ടി വെച്ചേ പറ്റത്തുള്ളൂ. അതായത് ഒരു പർട്ടിക്കുലർ ടൈം ബെഡിലോട്ട് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് ഒരു പർട്ടിക്കുലർ ടൈം, അതിനു മുമ്പ് അരമണിക്കൂർ മുമ്പ് നമ്മൾ എന്താണ് കുളിക്കേണ്ടവർക്ക് കുളിക്കാൻ ഒരു നല്ല വാം ബാത്തൊക്കെ എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കം വരും. അല്ല ബുക്ക് വായിക്കേണ്ടവരാണോ ബുക്ക് വായിക്കുക. അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ ഉറക്കത്തിന് മുമ്പ് 2-3 മണിക്കൂർ മുമ്പ് ഫുഡ് കഴിക്കുന്നത് അത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. അതും കഴിഞ്ഞിട്ട് നമുക്ക് സുഖമായിട്ട് ആ 8 മണിക്കൂർ നമ്മുടെ ഈ ഫോണും അതെല്ലാം ഒന്ന് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ഉറക്കം കിട്ടും. അല്ല ചിലവർക്ക്, ഇപ്പം എൻ്റെ കാര്യം ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് ഫോൺ വെച്ചുകൊണ്ട് ചിലപ്പോൾ പാട്ട് കേട്ടോണ്ടൊക്കെ ആയിരിക്കും ഞാൻ ഉറങ്ങുന്നത്. അവർക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ചിലർക്ക് പാട്ട് കേട്ടാൽ ഉറക്കം വരത്തില്ല, ചിലർക്ക് പാട്ട് കേട്ടാലേ ഉറക്കം വരത്തുള്ളൂ. ഏത് കാറ്റഗറി ആണോ നിങ്ങളെങ്കിലും ആ കാറ്റഗറിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. കംഫർട്ടബിളായിട്ട് ഉറങ്ങാൻ പറ്റുക. 8 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞ് പിറ്റേ ദിവസം ഫ്രഷായിട്ട് എണീറ്റ് ജോലിക്ക് പോകാൻ പറ്റും. ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ, നിങ്ങളുടെ ലൈഫ് ബാലൻസ് ആകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഈ ടെക്നിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തു ഇത്. കാരണം ജോലിക്ക് പോയാൽ ജോലിക്ക് പോകുന്ന കാര്യം, വീട്ടിൽ വന്നാൽ ആ ഒരു വീട്ടിൽ വരുന്ന കാര്യം, പിന്നത്തെ ഉറക്കം എന്ന് പറഞ്ഞാൽ കമ്പൽസറി ആയിട്ട് ആ ഒരു 8 മണിക്കൂർ ഉറങ്ങി നോക്കുന്നുണ്ട്. എനിക്കത് മെയിനായിട്ട് ഉറക്കം അതെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒത്തിരി റിലാക്സ്ഡ് ആവാനും ആങ്കർ മാനേജ്മെൻറ്റിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം ഈ ഉറക്കം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതല്ല ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് എന്താണോ അതെങ്കിലും ഇടുക. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.